നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വീറയുടെ ഫെർ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഫെർ എന്ന് പറഞ്ഞാൽ ചെറു രോമങ്ങൾ എന്ന മലയാളത്തിൽ അർത്ഥം വരുന്ന ഒരു ടൂള്. ഈ ടൂള് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് ഗ്രാസ്, കാർപ്പറ്റ് എന്നിവ ചെയ്യാൻ വേണ്ടിയാണ് ഈ ടൂള് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോകാം. സ്കെച്ചപ്പ് ഫയൽ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ ഈ അമ്മച്ചീനെ നമുക്കെടുത്തങ്ങ് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. എന്നിട്ട് അതിന് വാല്യൂ എടുക്കുന്നു 1,1 എന്നിട്ട് എൻ്റർ ചെയ്തു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഞാൻ മീറ്ററിലാണ് സാധാരണ ചെയ്യുന്നത്. അതാണ് ഞാൻ 1 മീറ്റർ കൊടുത്ത് ചെയ്തത്. ഇനി എന്ത് ചെയ്യുന്നു? സെലക്ഷൻ ടൂൾ എടുക്കുന്നു, ഇതിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് മേക്ക് ഗ്രൂപ്പ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു സാധനം ഗ്രൂപ്പായിട്ടുണ്ട്. ഇനി ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഇതിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റിവേഴ്സ് ഫേസസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യും. ഇനി ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു, നേരെ ഫെറിൽ പോകുന്നു, ഫെർ ഓപ്പൺ ആക്കി. ഇപ്പം നോക്കിക്കൊള്ളുക, ഇതിലേക്ക് ഫെർ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഓക്കെ, വേണ്ട, അവിടെ എന്തൊക്കെയോ വന്നിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയോ വന്നിട്ടുണ്ട്, ഗ്രാസ് പോലെയൊക്കെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിൽ നിൽക്കട്ടെ. ഓക്കെ, ഇനി ഞാൻ അസറ്റ് എഡിറ്റർ ഇട്ട് പോവുകയാണ്. അസറ്റ് എഡിറ്ററിൽ ഞാൻ ഫർ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഫറിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ ഓണായിട്ട് കിടപ്പുണ്ട്, കണ്ടല്ലോ മുകളിൽ. പിന്നെ അതിൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പെർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് കിടക്കുന്നത്. അതിൽ നോക്കുമ്പോഴത്തേക്ക് പെർ ഫേസ് ഉണ്ട്, പെർ ഏരിയ. ഇപ്പം ഞാൻ പെർ ഫേസോ പെർ ഏരിയയോ, ഇപ്പം പെർ ഏരിയയിൽ നമുക്കിട്ട് നോക്കാം. ഇവിടെ കൗണ്ട്, ഏരിയ കൗണ്ട് 0.6 എന്ന് പറഞ്ഞാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, കൗണ്ട് ഏരിയ 0.6 എന്ന് കാണിച്ചു. നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി നോക്കാം. അപ്പോൾ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വരുന്ന ഗ്രാസിൻ്റെ ഇതും കൂടുന്നുണ്ട്, കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ കൗണ്ട് ഏരിയ മനസ്സിലായല്ലോ. വാല്യൂ കൂടുന്നതിനൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ ഗ്രാസ് വേണ്ടത് അതനുസരിച്ച് നമുക്കിവിടെ ഇങ്ങനെ ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കാം. അത് എത്രത്തോളം നമുക്ക് ഗ്രാസ് ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്കിവിടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, അതങ്ങനെ കിടന്നോട്ടെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരെ താഴേക്ക് വരികയാണ്. നേരെ താഴേക്ക് വരുമ്പോൾ ഇവിടെ കണ്ട മെറ്റീരിയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയലൊന്നും ഇവിടെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ മെറ്റീരിയലിൻ്റെ ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിത് ഓണാക്കി. ഞാനിവിടെ ഗ്രൗണ്ട് സെലക്ട് ചെയ്തു, അതിൽ എൻ്റെ ഗ്രാസ് സെലക്ട് ചെയ്തു. എൻ്റെ ഗ്രാസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ടു സീൻ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രാസ് ഇവിടെ നമ്മുടെ സീനിലേക്ക് ആഡായിട്ടുണ്ട്. ഇനി ഞാൻ ഫർ എന്നുള്ളത് ജിയോമെട്രിക്കൽ വന്നിട്ട് ഫർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അതിൽ മെറ്റീരിയൽ എന്നുള്ള ഭാഗത്ത് വരുന്നു. അതിൽ നണ്ണെന്നുള്ളിടത്ത് ഞാൻ ഗ്രാസ് 10 കണ്ടോ, ഇത് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗ്രാസിലെല്ലാം ആ ഒരു ടെക്സ്ചർ ഇത് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇതിൽ ഇപ്പം ഗ്രാസ് നമ്മളിവിടെ വന്നിട്ട് അപ്ലൈ ടു സീൻ എന്ന് കൊടുത്തുകൊണ്ടാണ് ആ സീനിലേക്ക് അത് വന്നത്. നമ്മൾ അപ്ലൈ ടു സെലക്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരുന്നത് നമ്മുടെ ഓൾറെഡി ഈ വൈറ്റ് കാണുന്നില്ലേ, ആ ഭാഗത്തായിരിക്കും വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിതിവിടെ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ ടു സെലക്ഷൻ, കണ്ടോ? ഇവിടെ എല്ലാം കൂടെ വന്ന് അത് ഒരു വൃത്തികേടായ രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കണ്ടോ? അപ്പോൾ അത് നമുക്ക് എന്തായാലും വേണ്ട, ബാക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പം മെറ്റീരിയലിൽ വന്നിട്ട് ഞാൻ ഗ്രാസ് നണ്ണെടുത്തു. മറ്റേ ഇത് മെറ്റീരിയൽ ഓണാക്കി. എന്നിട്ട് ഞാൻ ഗ്രാസ് 10 എന്ന് കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഇതിൽ ഗ്രാസിൽ വന്നിട്ടുണ്ട്. ആ കളർ വന്നു, ഗ്രാസിൻ്റെ കളർ വന്നു. നേരത്തെ വൈറ്റ് കളറിലാണ് നമ്മുടെ ഗ്രാസ് കിടന്നത്. ഇപ്പോൾ എന്തെന്നാലും അത് ഗ്രാസിൻ്റെ കറക്റ്റ് കളർ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൗണ്ട് ഏരിയ. അപ്പം ഏരിയ കൗണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടുകയാണ്. ഇപ്പോൾ ഗ്രാസ് ഏകദേശം നിറഞ്ഞു. ഇപ്പം ഫുൾ നിറഞ്ഞിരിക്കുകയാണ് ഗ്രാസ്, കണ്ടോ? ജസ്റ്റ് നമുക്ക് ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം.
കണ്ടോ, ഫുൾ ഗ്രാസ് നിറഞ്ഞു നീക്കുകയാണ് ഈ അറ്റം. ഓക്കെ, ഇനി ലെങ്ത് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഗ്രാസിൻ്റെ ലെങ്ത് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാസിൻ്റെ ലെങ്ത് സ്വാഭാവികമായിട്ടും കൂടും. കണ്ടോ, വേണമെങ്കിൽ നമുക്ക് ഇത് കുറയ്ക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഗ്രാസ് ഇവിടെ കൂട്ടുകയോ ഹൈറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത അതിൻ്റെ തിക്നെസ്. ഇപ്പോൾ ഒന്നും കൂടെ ഒന്ന് സൂം ചെയ്തിട്ട് തിക്നെസ് നോക്കിക്കൊള്ളുക. തിക്നെസ് 0.12 കിടക്കുന്നത്. ഞാൻ തിക്നെസ് കൂട്ടുകയാണ്. കണ്ടോ, തിക്നെസ് കൂടി വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ എന്തിനാണ് ഈ തിക്നെസ് എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു കാർപ്പറ്റൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തിക്നെസ് ആവശ്യമാണ്. കാർപ്പറ്റിന് കുറച്ചുകൂടെ കനം കാണത്തില്ലേ ആ ഒരു ചവിട്ടുന്ന ഇതിന്, അപ്പോൾ അതൊക്കെ ഈ തിക്നെസ് നല്ലതാണ്. നമുക്ക് എന്തായാലും ഗ്രാസിന് ഇത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല, നമുക്ക് തിക്നെസ് കുറയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ടേപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ടേപ്പർ 0.9 കിടക്കുകയാണ്. ഞാൻ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, കുറച്ച് കൊണ്ടുവരികയാണ്. കണ്ടോ, അത് വലിയൊരു ആവശ്യമായിട്ട് നമുക്ക് വരുന്നില്ല. ആ ഒരു ഉപയോഗം വലുതായിട്ട് നമുക്ക് വരുന്നില്ല. നമുക്കത് 9 തന്നെ കിടന്നോട്ടെ, അത് നമ്മൾ തൊടാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ അതിൻ്റെ ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ ടേപ്പറായിട്ട് അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടുകയോ കുറയ്ക്കുകയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. ഗ്രാവിറ്റി ഇപ്പോൾ കൂട്ടുകയാണെങ്കിൽ കണ്ടോ, ഗ്രാവിറ്റി കൂടുമ്പോൾ എന്ത് സംഭവം ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഗ്രാവിറ്റി കൂട്ടുകയാണ്. ഗ്രാവിറ്റി കൂട്ടുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക എന്താണ് ഇതിന്. ഗ്രാവിറ്റി ഞാൻ കുറച്ചപ്പോൾ കണ്ടോ, ഇതെല്ലാം കൂടെ ഒരുമാതിരി ഇങ്ങനെ ചേർന്ന് നിൽക്കും പോലെയുള്ള ഗ്രാവിറ്റി കൂട്ടി കൊടുക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഗ്രാസിൻ്റെ ഒരു സെപ്പറേഷൻ നമുക്ക് ഇതിലറിയാൻ പറ്റുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെയാണ് ഗ്രാവിറ്റി. ഞാനിപ്പം 0.123 ഓക്കെ ഇങ്ങനെ കിടന്നോട്ടെ. അതുപോലെ തന്നെ ബെൻഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഗ്രാസിൻ്റെ ബെൻഡ് നിങ്ങൾക്ക് ആവശ്യം. കാരണം നമ്മളൊരു ഇപ്പം ഒരു ചെറിയൊരു ബോർഡർ പോലെ ചെയ്തിട്ടാണ് നമ്മൾ അതിനകത്ത് ഗ്രാസ് വയ്ക്കുന്നതെങ്കിൽ, അപ്പോൾ ആ ബോർഡറിൻ്റെ മുകളിലേക്ക് ഈ ഗ്രാസ് വളഞ്ഞ് വരണം എന്നുണ്ടെങ്കിൽ ഈ ബെൻഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് സഹായകരമാകും. കണ്ടല്ലോ, അതാണ് ബെൻഡ്. ബെൻഡ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ എഴിച്ചിരിക്കും പോലെയാണ് നിൽക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ബെൻഡ് കൊടുത്താൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഒരു ഗ്രാസിൻ്റെ എഫക്റ്റ്, ഗ്രാസ് എപ്പോഴും ഇങ്ങനെ കുത്തനെ നിൽക്കില്ലല്ലോ. അപ്പോൾ ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൻഡിങ് ഓപ്ഷൻ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് ബെൻഡിങ് ഓപ്ഷൻ. പിന്നെ ഇത് ഗ്ലോബൽ സ്കെയിൽ ഇതിൻ്റെ ഒന്നും വലിയ ആവശ്യമൊന്നുമില്ല. ഇത് നിങ്ങൾ കൂട്ടി കുറയുകയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താണ് ആവശ്യമുള്ളത്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കൊടുത്തേക്കുന്ന അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതൊന്ന് മിനിമൈസ് ചെയ്തിട്ട് ഇതിവിടെ നിന്നോട്ടെ. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതിൻ്റെ കളറുണ്ട്. അവിടെ ആ ഒരു വൈറ്റ് ആണ് ഇപ്പം കാണുന്നത്. അപ്പം നമുക്കവിടെ എന്ത് ചെയ്യാം, ഗ്രാസ് 10 ഇതങ്ങ് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്തതുപോലെ ആയിപ്പോവും, ഒരു ഗ്രാസായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ മാത്രമായിട്ട് ബക്കറ്റ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. കേട്ടോ, അടിവശത്ത് വരാൻ പാടില്ല, ഇവിടെ മാത്രമായിട്ട് അകത്തായിട്ട്. നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണമെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ എന്താണ് സംഭവിച്ചത്. ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. കാരണം നമ്മൾ ക്ലാസ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് വ്യക്തമാവണം. ചുമ്മാ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമില്ല. ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്, നേരത്തെ ഞാൻ ഒന്നും കൂടെ ഞാൻ അസറ്റ് ലൈബ്രറി പോകുന്നു, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് 10 ഗ്രാസ് 10 അത് ഞാൻ എടുത്തിട്ട് അപ്ലൈ ടു സെലക്ഷൻ. അതായത് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് ഫുൾ സെലക്ഷനായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ അപ്ലൈ ടു സെലക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ആകെപ്പാടെ നമുക്ക് കിട്ടുന്ന ഗ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റേ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ ഒരു കുളം തോണ്ടി നിൽക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പം ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഒന്നുകൂടെ ബാക്കിലേക്ക് പോവാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാനിതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, മുകളിൽ മാത്രം ഞാൻ സെലക്ഷൻ ചെയ്യുന്നു, ബാക്കിൽ അടിയിൽ ചെയ്തിട്ടില്ല, മുകളിൽ മാത്രം. എന്നിട്ട് ഞാൻ ബക്കറ്റ് ടൂൾ എടുക്കുന്നു, ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. കണ്ടോ, ഇപ്പോൾ താഴെ നമുക്ക് ആ ഒരു ഗ്രാസിൻ്റെ കളർ കിട്ടി. പക്ഷേ നമുക്ക് വേണ്ടത് ഇപ്പം ഇങ്ങനെ റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഈ ഗ്രാസാണ് വേണ്ടത്, ഇങ്ങനെ ഗ്രാസ് നിൽക്കുന്നതാണ് നമുക്ക് വേണ്ടത്. അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, മറ്റപ്പോൾ ആ വൃത്തികേടായി പോവാം. അപ്പോൾ ഇതാണ് ഈ ഒരു ടൂളിൻ്റെ, വീറയിൽ ഉള്ള ഈ ഒരു ടൂളിൻ്റെ, ഫർ എന്ന് പറയുന്ന ഒരു ടൂളിൻ്റെ ഉപയോഗം.
ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വീറയുടെ ക്ലാസ്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്കിനി അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ഗുഡ് ബൈ.